ഹലോ വെൽക്കം ടു റോംബസ്. അപ്പോൾ നമ്മളുടെ ജെനറ്റിക്സിന്റെ റിവിഷൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ബയോളജി റിവിഷൻ സീരീസ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് ജെനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതേപോലെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടാതെ നമുക്ക് എന്തൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. Who is known as the father of genetics? ജെനറ്റിക്സിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കേ. ചാൾസ് ഡാർവിൻ ഉണ്ട്, ഗ്രിഗർ മെൻഡൽ ഉണ്ട്, ജീൻ ലാമാർക്ക് ഉണ്ട്, വാട്സൺ ആൻഡ് ക്രിക്ക് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷൻസ് നോക്കാം. ചാൾസ് ഡാർവിൻ ആരാണ്? നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള തിയറി, ഇവല്യൂഷൻ ചാപ്റ്ററിലെ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള തിയറി കൊണ്ടുവന്നതാണ് നമ്മുടെ ചാൾസ് ഡാർവിൻ. അതുകൊണ്ട് ചാൾസ് ഡാർവിൻ അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ നമ്മുടെ ജീൻ ലാമാർക്ക് ഇല്ലേ, ജീൻ ലാമാർക്ക് എന്താണ്? അതും ഇവല്യൂഷൻ ചാപ്റ്ററിൽ ലാൻഡ്മാർക്കിസം എന്ന് പറയുന്ന തിയറി, അല്ലെങ്കിൽ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നതാണ് ലാമാർക്ക്. അപ്പൊ അതും അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ രണ്ട് പേരുണ്ടല്ലേ, ജെനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പേരാണുള്ളത്. ഒന്ന് ഗ്രിഗർ മെൻഡലും വാട്സൺ ആൻഡ് ക്രിക്ക്. വാട്സൺ ആൻഡ് ക്രിക്ക് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് അല്ലെ. അത് ആരുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്? ജെനറ്റിക്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. അത് കൂടാതെ ഡി എൻ എയുടെ സ്ട്രക്ചർ എന്താണ്? ഹെലിക്സ് സ്ട്രക്ചർ, അതായത് ലാഡർ പോലെ, ഏണി പോലത്തെ സ്ട്രക്ചർ ആണെന്നുള്ളത് കണ്ടുപിടിച്ചത് ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. അപ്പൊ അതും അല്ല ആൻസർ. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ആൻസർ വരുന്ന ഏതാണ്? ഗ്രിഗർ മെൻഡൽ ആണ്. ഗ്രിഗർ മെൻഡൽ ആണ് നമ്മളുടെ പീ പ്ലാന്റ് വെച്ചില്ലേ, അതായത് പയറ് ചെടി വെച്ചിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ട് എന്താണ് നമുക്ക് കുറെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പൊ ആ ആളിനെയാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഗ്രിഗർ മെൻഡലിനെയാണ് നമ്മുടെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ആൻസർ ഇവിടെ ഏതാണ്? ഗ്രിഗർ മെൻഡൽ. ആൻസർ കിട്ടിയില്ലേ? നമുക്ക് നോക്കാലോ. ഗ്രിഗർ മെൻഡലിന്റെ ആൻസർ എന്താണ്? മെൻഡൽ ആണ് നമ്മുടെ ബേസിക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പീ പ്ലാന്റ്സ് വെച്ച് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. വിച്ച് പ്ലാന്റ് ഡിഡ് മെൻഡൽ യൂസ് ഇൻ ഹിസ് എക്സ്പെരിമെന്റ്സ്? നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ഏത് പ്ലാന്റ് ആണ് ഗ്രിഗർ യൂസ് ചെയ്തത്? നമ്മളുടെ ടൊമാറ്റോ ഉണ്ട്, പീ ഉണ്ട്, മെയ്സ് ഉണ്ട്, വീറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. പീ പ്ലാന്റ്, പിസം സറ്റേവം എന്നാണ് അതിന്റെ സയന്റിഫിക് ബയോളജിക്കൽ നെയിം. ഏതാണ്? പിസം സറ്റേവം ആണ് പീയുടെ നെയിം കേട്ടോ. അത് ഓർത്തു വെച്ചേക്കണം, കാരണം അതും ചോദിക്കാറുണ്ട് കേട്ടോ. പീയുടെ നെയിം ചോദിക്കാറുണ്ട്. പിസം സറ്റേവം എന്നാണ് സയന്റിഫിക് നെയിം. അപ്പൊ പിസം സറ്റേവം, ഈ പീയുടെ 7 ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഇതിനെ എന്താണ് മെൻഡല് ക്രോസ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സും ഒക്കെ എക്സ്പെരിമെന്റ് നടത്തിയത്. അപ്പൊ ഏതൊക്കെയാണ് ആ 7 ക്യാരക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സീഡിന്റെ കളറും ഷേപ്പും, സീഡിന്റെ എന്താണ് കളറും ഷേപ്പും നോക്കി. അതായത് വിത്തിന്റെ കളറ് ഗ്രീൻ കളറാണോ, യെല്ലോ കളറാണോ, അതേപോലെ ഷേപ്പ്, അത് റൗണ്ട് ഷേപ്പ് ആണോ, ചുരുങ്ങി വ്രിങ്കിൾഡ് കണക്കത്തെ ഷേപ്പ് ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഷേപ്പും പോഡ് ഷേപ്പും കളറും നോക്കിയിട്ടുണ്ടായിരുന്നു. പോഡിന്റെ ഷേപ്പും അതേപോലെ കളർ. പോഡ് എന്താണ്? ആ പയറിന്റെ പുറന്തോട് കണ്ടിട്ടില്ലേ, ആ പുറന്തോടിനെയാണ് പോഡെന്ന് പറയുന്നത്. ആ പോഡിന്റെ ഷേപ്പ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണോ, അതോ ഇങ്ങനെ ചുരുങ്ങിയുള്ള ഷേപ്പ് ആണോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കളർ, അതായത് ഗ്രീൻ ആണോ ഒരു ലൈറ്റ് യെല്ലോ കളർ ആണോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്? ഫ്ലവറിന്റെ കളർ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്? പൊസിഷൻ, ഫ്ലവർ ഏത് പൊസിഷൻ, ടെർമിനൽ പൊസിഷനിലാണോ ആക്സിയൽ പൊസിഷനിലാണോ പിടിക്കുന്നത്, ഫ്ലവറിന്റെ കളർ ഏതാണ്, പർപ്പിൾ കളർ ആണോ വൈറ്റ് കളർ ആണോ, അങ്ങനെ ആ ഡിഫറൻസിയേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റെമ്മിന്റെ ഹൈറ്റ്, അതായത് സ്റ്റെം ഹൈറ്റ് എന്താണ്, ടോൾ ആണോ ഷോർട്ട് ആണോ എന്നുള്ളതും കൂടി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ 7 ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഗ്രിഗർ മെൻഡല് പീ പ്ലാന്റ് വെച്ച് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുള്ളത്. മറന്നു പോരുത്, പീ പ്ലാന്റ് പിസം സറ്റേവം ആണ് കേട്ടോ. ഇതാണ് മെൻഡൽ സ്റ്റഡീഡ് 7 pairs of contrasting traits in pea plant. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് 7 ക്യാരക്ടേഴ്സ് എന്ന്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മോളിക്യൂൾ? ഏത് മോളിക്യൂൾസ് കൊണ്ടാണ് നമ്മുടെ ജീൻ ഉണ്ടാക്കിയിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കേ, RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, DNA ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നമ്മൾ ഇന്നലത്തെ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, ഷുഗറിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇതല്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ നമുക്ക് വരുന്ന RNA, പ്രോട്ടീൻ, DNA വരുന്നുണ്ട് അല്ലെ.
RNA നോക്കിക്കുക, RNA എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ മെസ്സേജ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? RNA ആണ്. അപ്പൊ RNA അല്ലെന്ന് കൺഫേം ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന ആരാണ്? പ്രോട്ടീൻ. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നതാണ് പ്രോട്ടീൻസ്. അപ്പൊ പ്രോട്ടീൻസ് അല്ലെന്നും കൺഫേം ചെയ്യാം. പിന്നെ ലാസ്റ്റ് വരുന്ന ആരാണ്? DNA ആണ്. DNA ആണ് എന്ത്? നമ്മളുടെ ജീൻസിനെ നിർമ്മിച്ചിരിക്കുന്ന ഏത് കൊണ്ടാണ്? DNA കൊണ്ടാണ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഫുൾ ഫോം DNAയുടെ കേട്ടോ, മറന്നു പോരുത് കേട്ടോ. DNA കണ്ടോ, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ക്യാരീസ് ജനറ്റിക് ഇൻഫോർമേഷൻ. ജനറ്റിക് ഇൻഫോർമേഷൻ എല്ലാം ആരിലാണ് വെച്ചിരിക്കുന്നത്? നമ്മുടെ DNA-ക്കകത്താണ് കേട്ടോ, അത് മറന്നു പോരുത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കാൾഡ്. ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളെ ഒരാൾ കാണുമ്പോൾ ആ കാണുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഇല്ലേ? ഇപ്പം എൻ്റെ ഹെയറിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക്. അതേപോലെ ഐയുടെ കളർ ബ്രൗൺ. അങ്ങനെ ഡിഫറൻസ്. സ്കിന്നിൻ്റെ കളർ വൈറ്റ്. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഫിസിക്കലി നമ്മളെ ഒരാൾ കാണുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഓപ്ഷൻസ് ഏതൊക്കെയാണ്. ജീനോടൈപ്പ് വരുന്നുണ്ട്, ഫീനോടൈപ്പ് വരുന്നുണ്ട്, അലീല് വരുന്നുണ്ട്, ക്യാരക്ടർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ജീനോടൈപ്പ് എന്താണ്? ജനറ്റിക് മേക്കപ്പിനെ മൊത്തത്തിൽ കൂടി പറയുന്നതാണ് ജീനോടൈപ്പ്. അപ്പൊ അത് ഫിസിക്കൽ അപ്പിയറൻസ് അല്ലല്ലോ, നമുക്കത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഫീനോടൈപ്പ് വരുന്നുണ്ട്, അലീല് വരുന്നുണ്ട്, ക്യാരക്ടർ. അലീൽ എന്താണ്? നമ്മളെ ഡിഫറെൻറ്റ് ഫോം ഓഫ് ജീനിനെയാണ് അലീൽ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഫോം. ഇതിന് രണ്ടായിട്ടുണ്ട്, ഹോമോസൈഗസും ഉണ്ട്, ഹെട്രോസൈഗസും ഉണ്ട്. അതായത് ഇപ്പൊ അച്ഛന് നല്ല ടോൾ ആയിട്ടുള്ള അച്ഛനാണെന്ന് വിചാരിച്ചോ, അമ്മ ഷോർട്ട് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, ഈ രണ്ട് അലീൽസും എന്താണ്? ഹോമോസൈഗസ് എന്ന് പറയും. കാരണം എന്താണ്? അവർക്ക് സെയിം ആണ്. ടോളിന്റെ ജീന് തന്നെയാണ് രണ്ടും. അച്ഛൻ എന്താണുള്ളത്? രണ്ടും ടോൾ ജീനാണ്. അമ്മയ്ക്ക് എന്താണ്? രണ്ടും ഷോർട്ട് ജീനാണ്. അതുകൊണ്ടാണ് അമ്മ ഷോർട്ടായി പോയത്. അപ്പൊ എന്താണ്? ഇതും എന്താണ്? സെയിം അലീല് തന്നെ അല്ലേ? സ്മോൾ ടി തന്നെയാണ്. ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ. ഇങ്ങനെ സെയിം ആയിട്ടുള്ള അലീല് വരുവാണെന്നുണ്ടെങ്കിൽ അവരെ ഹോമോസൈഗസ് എന്ന് വിളിക്കും. ഹോമോസൈഗസ് കണ്ടീഷനാണ്. ഇൻ കേസ് ഇപ്പം അച്ഛൻ്റെ ഒരു ടീയും അമ്മയുടെ സ്മോൾ ടിയും ആണ് കിട്ടുന്നതെങ്കിൽ, അച്ഛൻ്റെ ക്യാപിറ്റൽ ടിയും അമ്മയുടെ സ്മോൾ ടിയും ആണ് കുട്ടിക്ക് കിട്ടുന്നെങ്കിൽ ഇത് ഏത് ക്യാരക്ടറാണ്? ഹെട്രോസൈഗസ് ആണ്. ഇവിടെ നോക്കിക്കേ, ഡിഫറെൻ്റ് ആണ്. അച്ഛൻ്റെ ടിയും ഉണ്ട്, അമ്മയുടെ സ്മോൾ ടിയും ഉണ്ട്. സെയിം ആണോ അവരുടെ അലീല്? അല്ല, ഡിഫറെൻ്റ് അലീലാണ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അലീല് കിട്ടുന്നതിനെയാണ് പറയുന്നത് ഹെട്രോസൈഗസ്. ഹോമോസൈഗസ് സെയിം ആണ്. ഹോമോ മീൻസ് സെയിം, ഹെട്രോ മീൻസ് ഡിഫറെൻ്റ്. അത് വെച്ച് ഓർത്താൽ മതി. സെയിം ആയിട്ടുള്ള അലീൽസ് ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിന് ഹോമോസൈഗസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള അലീൽസ് ആണെങ്കിൽ ഹെട്രോസൈഗസ്. അപ്പൊ ഇതല്ലാതെ നമുക്ക് കൺഫേം ചെയ്യാലോ, ഇതുമല്ല ആൻസർ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് പാസ് ചെയ്ത് കിട്ടുന്ന ഓരോ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിന് ആണ് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുമല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ ആരാണ് വരുന്നത്? ഫീനോടൈപ്പ് ആണ്. ഫീനോടൈപ്പ് ആണ് നമ്മളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെയറിന്റെ കളർ, സ്കിന്നിന്റെ കളർ, ഐയുടെ കളർ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, ഫിസിക്കൽ അപ്പിയറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആര് കാരണം? ഫീനോടൈപ്പ് എന്നാണ് അവരെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് ആൻസർ നോക്കാലോ, കറക്റ്റ് ആണോ എന്ന് നോക്കിക്കേ. ഫീനോടൈപ്പ് റെഫേഴ്സ് ടു ദ ഒബ്സർവബിൾ ട്രേറ്റ്സ് ലൈക്ക് ഹൈറ്റ് ഓർ കളർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഷോർട്ട് ആണോ, ഇപ്പൊ എന്നെ കാണുമ്പോൾ ഷോർട്ട് ആണോ ടോൾ ആണോ എന്നൊക്കെ മനസ്സിലാവില്ലേ? അതേപോലെ നമുക്ക് എന്താണോ ഫിസിക്കലി ഒരാളെ കാണുമ്പം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, അതാണ് ഫീനോടൈപ്പ് കേട്ടോ. ജീനോടൈപ്പ് എന്താണ്? ജനറ്റിക് മേക്കപ്പ് ആണ്. The pair of contrasting characters studied by Mendel. നമ്മളുടെ ഗ്രിഗർ മെൻഡൽ കുറേ കാര്യങ്ങൾ പീ പ്ലാന്റ് വെച്ച് സ്റ്റഡി ചെയ്തെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതില് പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുന്നതിൽ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതിലുണ്ട് ആൻസർ. ജീൻസ്. നമ്മൾ നേരത്തെ ആൻസർ ജീൻസ് എന്താണ്? നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് പാസ് ചെയ്ത് കിട്ടുന്നതാണ് ജീൻസ് അല്ലേ? അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് നമുക്കായിട്ട്
ചൈൽഡിലേക്ക് പാസ് ചെയ്ത് കിട്ടുന്ന യൂണിറ്റ് ആണ് ജീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ അലീൽസ് വരുന്നുണ്ട്, ക്രോമസോം വരുന്നുണ്ട്, ട്രെയ്റ്റ്സ് വരുന്നുണ്ട് അല്ലേ. ക്രോമസോം എന്താണ്? ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, നമ്മുടെ DNA ക്യാരി ചെയ്യുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ല ആൻസർ, കൺഫേം ചെയ്യാലോ. അടുത്ത നോക്കിയാൽ ട്രെയ്റ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എന്താ ക്യാരക്ടറിന്റെ വേറൊരു ഫോമിനെയാണ് നമ്മൾ ട്രെയ്റ്റ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് പാസ് ചെയ്ത് കിട്ടിയ ആ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ട്രെയ്റ്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും അല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ വരുന്നത് എന്താണ്? അലീൽസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീനിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അലീൽസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഹോമോസൈഗസ്, ഹെട്രോസൈഗസ്, അങ്ങനെ ഡിഫറെൻറ്റ് പെയർ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, TT സ്മോൾ ടി വരുന്നുണ്ട്, ക്യാപിറ്റൽ ടി, പിന്നെ സ്മോൾ ടി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പെയർ ആയിട്ടുള്ള ക്യാരക്ടർ, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ കാണിക്കുന്നത്. ഇതിപ്പോൾ എന്തായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം? ടോൾ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇതും എന്തായിട്ട് എടുക്കും? ടോൾ ആയിരിക്കും ഇവിടെ ഡോമിനന്റ്. ഇവിടെ പക്ഷെ എന്തായിരിക്കും? ഈ സ്മോൾ ടി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ഹൈറ്റഡ് ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. അച്ഛൻ്റെ അമ്മയുടെയും കൂടി ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് TT എന്നുള്ള അലിയിലാണ് നമുക്ക് പാസ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താവും? ഷോർട്ടായിട്ട് മാറും നമ്മളുടെ ഹൈറ്റ് കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. കണ്ടോ, അലീൽസ് ആർ ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻ. ഞാൻ പറഞ്ഞില്ലേ, ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ്. അപ്പോൾ ഫോർ എ പർട്ടിക്കുലർ ട്രേറ്റ്, ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ കാണിക്കുന്നതിന് അലീൽസിന് എന്താണ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അടുത്ത, ഹൗ മെനി പെയർസ് ഓഫ് ക്രോമസോം ആർ ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ മനുഷ്യനിൽ എത്ര ക്രോമസോംസ് ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻസിൽ എത്ര ക്രോമസോംസ് ആണ് ഉള്ളത്? 46 ക്രോമസോംസ് ആണ് ഉള്ളത്. 46 ക്രോമസോംസ് ആണ്. അത് പെയർ ആയിട്ടാണ് ഇരിക്കാറുള്ളത്. അതിനെ കൊണ്ട് ഏതാണ് ആൻസർ? 23 ആണ്. 46/2 എത്രയാണ്? 23 ആണ്. അതുകൊണ്ട് 23 പെയർസ് ഓഫ് ക്രോമസോം ആണുള്ളത്. എത്ര നമ്പർ ഉണ്ട്? 46 നമ്പർ ഉണ്ട്. അതിനെ പെയർ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് 23 പെയർസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. നോക്കിക്കുക ആൻസർ കണ്ടോ, 46 ക്രോമസോംസ് ആണ്. 23 പെയർ ആയിട്ടായിരിക്കും ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. The number of autosomes in a human cell. ഇതിൽ ഓട്ടോസോമൽ ക്രോമസോം എത്ര എണ്ണം ആണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 23 പെയർ അല്ലെങ്കിൽ 46 ആണ് ക്രോമസോമിന്റെ അളവ്. 23 പെയർ ആണ് ഉള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓട്ടോസോമലും ഉണ്ട്, സെക്സ് ക്രോമസോമും ഉണ്ട്. ഓട്ടോസോമൽ ക്രോമസോം എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല, കാണാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സുകൾ ഉണ്ടല്ലോ. നമുക്ക് കുറേ ട്രെയ്റ്റ്സ് അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന കുറേ ക്യാരക്ടേഴ്സ്, കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെയാണ് ഓട്ടോസോമൽ ക്രോമസോം. അതിനെ ഡിസൈഡ് ചെയ്യുന്ന, അതായത് ഇപ്പം നമുക്ക് ഹൈറ്റ് ഉണ്ടോ, ഹൈറ്റ് ഇല്ലേ, അതായത് കണ്ണിൻ്റെ കളറ്, ഐയുടെ കളറ്, ഹെയറിൻ്റെ കളറ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഓട്ടോസോമൽ ക്രോമസോം. ആ ഓട്ടോസോമൽ ക്രോമസോം എത്ര പെയറാണുള്ളത്? 22 പെയറാണ് ഓട്ടോസോമൽ ഉള്ളത്. ഒരു പെയർ ബാക്കിയുണ്ടല്ലോ, ആ ഒരു പെയർ ആരാണ്? 1 പെയർ ആരാണ്? സെക്സ് ക്രോമസോം ആണ് കേട്ടോ. സെക്സ് ക്രോമസോംസ് ആണ് 1 പെയർ ഉള്ളത്. അതായത് ഫീമെയിൽ ആണോ മെയിൽ ആണോ നമ്മളെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരെണ്ണമായിരിക്കും. ഫീമെയിൽ ആണെങ്കിൽ എന്തായിരിക്കും? ആ ജീനിൽ XX ആയിരിക്കും ഫീമെയിൽസിന്, XY ആയിരിക്കും മെയിൽസിന്. അപ്പം നമുക്ക് 22 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ ഓട്ടോസോമൽ. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സെയിം രീതിയിലായിരിക്കും കേട്ടോ, ഐഡന്റിക്കൽ ആയിരിക്കും. പക്ഷേ നമ്മളെ ലാസ്റ്റ് സെക്സ് ക്രോമസോം ഇല്ലേ, അത് ഡിഫറെൻ്റ് ആയിരിക്കും. പെണ്ണിനാണെങ്കിൽ എന്തായിരിക്കും? XX ആയിരിക്കും, ആണിനാണെങ്കിൽ XY ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ആണ് പെണ്ണെന്നുള്ളത് വേർതിരിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ സെക്സ് ക്രോമസോംസ് കാരണമാണ്. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അത് സൈസും ഷേപ്പും ഒക്കെ അനുസരിച്ച്, ഷേപ്പ് അല്ല ഹൈറ്റ് ഇല്ലേ, നമ്മുടെ ഹൈറ്റ് സൈസൊക്കെ അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യും ഓട്ടോസോമൽ ക്രോമസോം. സെക്സ് ക്രോമസോം ഡിഫറെൻ്റ് ആയിരിക്കും, ആണിനും പെണ്ണിനും ഡിഫറെൻ്റ് ആയിരിക്കും. ആണിന് XYയും പെണ്ണിന് XXും ആയിരിക്കും ക്രോമസോം നമ്പർ കേട്ടോ. അടുത്തത് ആൻസർ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിൻസ് സെക്സ് ഓഫ് എ ചൈൽഡ്? അതായത് നമ്മളുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്ന ഏതാണ്? ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? അമ്മയുടെ മദേഴ്സ് എഗ് ആണോ, അമ്മയുടെ അണ്ടമാണോ, ഫാദേഴ്സ് സ്പേം അച്ഛൻ്റെ ബീജമാണോ, ബോത്ത് ഈക്വലി ഇത് രണ്ടും ഈക്വൽ പ്രാധാന്യം വരുന്നുണ്ട്. അതേപോലെ എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റുപാടാണോ, സറൗണ്ടിങ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് ആൻസർ?
എന്തായാലും നമുക്ക് ചുറ്റുപാടല്ലെന്ന് നമുക്ക് എന്തായാലും അറിയാം അല്ലേ, ചുറ്റുപാടല്ല. പിന്നെ നമുക്ക് മദേഴ്സും വരുന്നുണ്ട്, ഫാദേഴ്സും. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, അതായത് ഫീമെയിലിന്റെ എന്താണ് XX ആണ് അല്ലേ, മെയിൽസിന്റെ എന്താണ് XY. ഇത് മെയിൽസിന്റെ ആണേ, ഇത് ഫീമെയിൽസിന്റെ. അപ്പം ഈ XX തമ്മിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് അമ്മയ്ക്ക് എന്തായാലും X ക്രോമസോം മാത്രമേ വരുന്നുള്ളൂ അല്ലേ, അമ്മയ്ക്ക് അവിടെ Y ഇല്ല, X ക്രോമസോം മാത്രമേ അമ്മയ്ക്ക് വരുന്നുള്ളൂ. പക്ഷെ അച്ഛൻ എന്താണ് 2 ടൈപ്പ് വരുന്നുണ്ട്, Xും വരുന്നുണ്ട് Yയും വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് 4 പീനട്ട് സ്ക്വയർ വെച്ചിട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേന് ഇപ്പൊ 4 ബേബീസ് ഞാൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, എക്സും എക്സും കൂടി ക്രോസ് ചെയ്യുമ്പോൾ XX കിട്ടുന്നു, എക്സും കൂടി ക്രോസ് ചെയ്യുമ്പോൾ XX കിട്ടുന്നു, എക്സും വൈയും കൂടി ക്രോസ് ചെയ്യുമ്പോൾ XY കിട്ടുന്നു, എക്സും വൈയും കൂടി ക്രോസ് ചെയ്യുമ്പോൾ XY കിട്ടുന്നു. ഇവിടെ കണ്ടില്ലേ, നമുക്കൊരു 4 കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ 2 പെണ്ണും 2 ആണും ആവാനുള്ള ചാൻസ് ഇത് വരുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ ബോത്ത് ഈക്വലി കറക്റ്റ് ചെയ്യൂ? അതല്ല ഇവിടെ ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, സെക്സ് ഓഫ് ചൈൽഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ആരുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഇപ്പം അമ്മയ്ക്ക് എങ്ങനെ ആയാലും എന്താണ് X ക്രോമസോം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അച്ഛന്റെ അതായത് ഇപ്പൊ XX ഉണ്ടല്ലോ, അച്ഛന് XY ഉണ്ട് അല്ലെ. ഈ അച്ഛന്റെ Y പോയി അമ്മയുടെ X ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്താ അവിടെ ആൺകുട്ടി ഉണ്ടാവുന്നത്. അതേപോലെ ഇപ്പം അച്ഛന്റെ X ആണ് പോയി മീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ പെൺകുട്ടി ഉണ്ടാവും അമ്മയുടെ കൂടെ, അമ്മയുടെ X ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ആരാണ് കാരണം, ഫാദറിന്റെ ബീജമാണ് എന്തിന് കാരണം, സെക്സ് ഓഫ് ചൈൽഡ് ഡിറ്റർമിൻ ചെയ്യും. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്ന അച്ഛന്റെ ബീജമാണ്. അച്ഛന്റെ ബീജം പോയി, അച്ഛന്റെ Y ബീജമാണ് പോയി അമ്മയുമായിട്ട് ഫ്യൂസ് ആവുന്നതെങ്കിൽ, അമ്മയുടെ അണ്ടവുമായിട്ട് ഫ്യൂസ് ആവുന്നതെങ്കിൽ അവിടെ എന്ത് പറ്റും, ആൺകുട്ടി ഉണ്ടാവും. അച്ഛന്റെ X ക്രോമസോം ആണ് അമ്മയുടെ Xുമായിട്ട് ഫ്യൂസ് ആവുന്നെങ്കിൽ അവിടെ എന്തുണ്ടാവും, പെൺകുട്ടി ഉണ്ടാവും. അങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ അവിടെ ആൻസർ എന്താണ്, ഫാദേഴ്സ് സ്പേം ആണ് ആൻസർ കേട്ടോ, ഫാദേഴ്സ് സ്പേം ആണ് ആൻസർ. എന്തായാലും മദേഴ്സിന്റെ എഗ് അല്ല, മദറിന് ഒരു ക്രോമസോം മാത്രമേ വരുന്നുള്ളൂ, X എന്നുള്ള ക്രോമസോം മാത്രമേ വരുന്നുള്ളൂ. അച്ഛന്റെ Y പോയി അതിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ആൺകുട്ടി ഉണ്ടാവുന്നത്, അച്ഛന്റെ X പോയി അതിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് പെൺകുട്ടി ഉണ്ടാവുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. അച്ഛനാണ് എന്ത്, ഫാദറിന്റെ സ്പേം ആണ് നമ്മളുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്നത് കേട്ടോ. പണ്ടുള്ളവർ ഇങ്ങനെ പറയുന്നത്, ഇപ്പം പെൺകുട്ടികൾ തന്നെ അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തരുത്, നിനക്ക് പെൺകുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് തെറ്റായ ധാരണയാണ് കേട്ടോ. അച്ഛന്റെ സ്പേം കാരണമാണ് നമുക്ക് എന്ത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഉണ്ടാവുന്നത് കേട്ടോ, ഓർത്ത് വെച്ചിരിക്കുക. ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് എ ഹോമോസൈഗസ് കണ്ടീഷൻ, ഹോമോസൈഗസ് അവസ്ഥ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അലീല് പറഞ്ഞ സമയത്ത് അല്ലേ, അലീല് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് ഉണ്ട് അല്ലേ, ഹെട്രോസൈഗസും ഹോമോസൈഗസും. അതായത് ഹോമോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം അല്ലേ. ഇപ്പം 2 അലീലും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്തോ പറയും, ഹോമോ എന്ന് പറയും. 2 അലീലും ഡിഫറെന്റ് ആണെന്ന് വെച്ചോ, അതിനെ എന്ത് പറയും, ഹെട്രോ എന്ന് പറയും. അപ്പം ഇത് സെയിം അല്ലേ, സെയിം ഹോമോ. ഇത് ഡിഫറെന്റ് ആണ് അല്ലേ, ഇത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതെന്താണ്, ഹെട്രോ, ഡിഫറെന്റ് ഹെട്രോ ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ്, ഹോമോസൈഗസ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നാടെ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ക്യാപിറ്റൽ ടി, പിന്നെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ നമ്മൾ നോക്കുമ്പോഴത്തേന് അവിടെ 2 അലീൽസ് വരുന്നുണ്ട്. ആ 2 അലീൽസിലും എന്താണ് സെയിം ആണോ, അല്ല, ഡിഫറെന്റ് ആണ്. ഒരു ടോളിന്റെ ഉണ്ട്, ഒരു ഷോർട്ടിന്റെ അവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ നോക്കാം, ഈ താഴത്തത് എന്താണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടിയും വരുന്നുണ്ട്, പിന്നെ ഒരു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടുള്ള 4 അലീൽസ് ആണ് വരുന്നത്. അപ്പൊ അതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം ആണല്ലോ വരേണ്ടത്, അപ്പൊ അതും അല്ല. പിന്നെ നോക്കിയാൽ സ്മോൾ ടി ക്യാപിറ്റൽ ടി വരുന്നു, അതും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്, ക്യാൻസൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്ന് ഒരിക്കലും എഴുതത്തില്ല, എപ്പോഴും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറിനെ ആദ്യം എഴുതും, പിന്നീട് സ്മോൾ ലെറ്ററിനെ എഴുതും കേട്ടോ. അപ്പൊ ഇതല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം.
പിന്നെ നോക്കിക്കേ, നമുക്ക് ക്യാപിറ്റൽ ടി വരുന്നുണ്ട് അല്ലേ? ക്യാപിറ്റൽ ടി സെയിം അല്ലേ? അപ്പൊ എന്താ, സെയിം അലീൽസ് ആയതുകൊണ്ട് അത് ഹോമോസൈഗസ് ആണ്. ആൻസർ ഏതാണ്? ക്യാപിറ്റൽ ടി. ആൻസർ നോക്കിക്കേ, കണ്ടോ? ബോത്ത് അലീൽസ് സെയിം ആണ്. ക്യാപിറ്റൽ ടി, അല്ലെങ്കിൽ ഇപ്പൊ ഓപ്ഷനിൽ സ്മോൾ ടി വന്നാലും സെയിം അലീൽസ് അല്ലേ അവരുടെ, അപ്പൊ ആ ഓപ്ഷന് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അത് എന്ത് കണ്ടീഷൻ ആണ്? ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. ഹോമോ മീൻസ് സെയിം, മറന്നു പോകരുത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഇപ്പൊ നമ്മൾ ഹോമോസൈഗസ് കണ്ടു. ഹെട്രോ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഡിഫറെന്റ് അലീൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നോക്കേ, ഹോമോ ആണ്. ആദ്യത്തെ എന്താണ്? ഹോമോസൈഗസ് ആണ്, സെയിം ആണ് അല്ലെ? ക്യാപിറ്റൽ ടി ക്യാൻസൽ ചെയ്തോ. പിന്നെ അതാണ്ട് നണ്ണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നണ്ണ് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? സ്മോൾ ടി സെയിം അല്ലേ? സെയിം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഹോമോസൈഗസ് പറഞ്ഞപ്പോ സെയിം അലീൽസ് വന്ന, അതായത് ഇപ്പൊ സ്മോൾ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും സെയിം അലീൽസ് ആണ് വരുന്നെങ്കിൽ അതിനെ ഹോമോസൈഗസ് കണ്ടീഷൻ പറയാം. അപ്പൊ ഇത് സെയിം ആണ്, അപ്പൊ ഇതും ക്യാൻസൽ ചെയ്ത്. പിന്നെ നോക്കേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടെണ്ണം അല്ലേ? ഡിഫറെന്റ് അല്ലേ? അപ്പൊ ഡിഫറെന്റ് ആകുമ്പോ ഏതായി? ഹെട്രോസൈഗസ് ആയി. അപ്പൊ ആൻസർ ഏതാണ്? ഹെട്രോസൈഗസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. നണ്ണല്ലല്ലോ. അപ്പോ നമ്മുടെ ആൻസർ കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. നോക്കാലോ നമുക്ക്. കണ്ടോ, ആൻസർ ഏതാണ്? ഹെട്രോസൈഗസ് ഏതാണ്? ഡിഫറെന്റ് അലീൽസ് കാണിക്കുന്നതാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഏതാണ്? ഹെട്രോസൈഗസ് ആണ് കേട്ടോ. The first filial generation is represented by. First filial generation ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ആദ്യത്തെ പുത്ര തലമുറയെ പ്രതിനിധീകരിക്കുന്നതിൽ ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നോക്കേ, പി എന്താണ്? പേരന്റിനെയാണ് പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ പേരൻസ് മാത്രമായിട്ട് ഇരുന്ന അടുത്ത ഒരു ജനറേഷൻ ഫോം ആവോ? ഇല്ലല്ലോ. അടുത്ത ഒരു ജനറേഷൻ ഫോം ആവണല്ലോ. ഇപ്പൊ പുതിയ തലമുറ എന്ന് പറയുന്നുണ്ട് അല്ലെ? തലമുറ എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തൊരു ജനറേഷൻ ഫോം ആവും. അപ്പൊ പി എന്തായാലും അല്ല അല്ലെ? പേരൻസ് മാത്രമായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല, പി അല്ല. പിന്നെ F2, F3, F1 കൊടുത്തു. ഇതിലാണല്ലേ കൺഫ്യൂഷൻ വരുന്നത്, ഇതിൽ ഏതായിരിക്കുമെന്ന്. ഇപ്പൊ പേരൻസ് ടോൾ ആയിട്ടുള്ള, ഷോർട്ട് ആയിട്ടുള്ള, അതായത് അച്ഛൻ ടോളും അമ്മ സ്മോളും ആണ്. എന്നിട്ട് ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ ഏതാണ്? ഈ കുട്ടികൾ, അതായത് ടോൾ ആയിട്ടുള്ള കുട്ടികൾ തന്നെ ഫോം ആയെന്ന് വെച്ചോ. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? F1 ജനറേഷൻ. ഇനി ഈ കുട്ടികളെ തമ്മിൽ ക്രോസ് ചെയ്യാണ്, ഈ കുട്ടികൾക്കുള്ള ജീൻ തമ്മിൽ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജനറേഷന് അതിനൊരു ആൻസർ കിട്ടുമല്ലോ. അതിനെയാണ് F2 ജനറേഷൻ എന്ന് വിളിക്കുന്നത്. ഇവര് F1. പേരൻസിനെ ക്രോസ് ചെയ്യുന്നതാണ് F1 ജനറേഷൻ. പേരൻസിന്റെ, അതായത് പേരൻസിൽ നിന്ന് കിട്ടിയ ചൈൽഡ്, അവര് തമ്മിൽ F1 ജനറേഷനിലെ പ്രോഡക്റ്റിനെ തമ്മിൽ ക്രോസ് ചെയ്യുന്നത്. F1ന്റെ ജനറേഷനെ ക്രോസ് ചെയ്യുന്നതിനെയാണ് F2 എന്ന് വിളിക്കുന്നത്. F2ന്റെ ക്രോസ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? F3 എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഏതാണ് ആദ്യത്തത്? ഫസ്റ്റ് ഏതാണ്? F1 ജനറേഷൻ ആണ് ഉണ്ടാവുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? F1 ആണ്. F2 രണ്ടാമത് ഉണ്ടാവുന്നതാണ്. F3 മൂന്നാമത്തെ ജനറേഷൻ ആണ്. അപ്പം പേരൻസ് കഴിഞ്ഞ് ആദ്യം ഉണ്ടാവുന്ന ജനറേഷൻ ഏതാണ്? F1 ജനറേഷൻ ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. 2 പേരൻസിനെ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്? F1 ജനറേഷൻ. Which law states that each character is controlled by a pair of factors and only one is expressed? ഇങ്ങനത്തെ ലോ ഏതാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ലോ ഓഫ് സെഗ്രിഗേഷൻ ആണോ, ലോ ഓഫ് ഡോമിനൻസ് ആണോ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണോ, ലോ ഓഫ് ബ്ലെൻഡിങ് ആണോ? ഇതില് ആദ്യത്തെ മൂന്നെണ്ണം നമ്മളുടെ മെന്റലിന്റെ ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് പാരമ്പര്യത്തിന്റെ ലോസ് അല്ലെങ്കിൽ പാരമ്പര്യ നിയമമാണ് ഈ മൂന്നെണ്ണം. അപ്പൊ ഈ പിസം സറ്റേവം വെച്ച് നമ്മുടെ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച ലോ ആണ് ഈ 3 ലോ. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്താണ്? വേർതിരിവ് നിയമം. ലോ ഓഫ് ഡോമിനൻസ് നിയമം. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഏതാണ്? സ്വാതന്ത്ര്യ ശേഖരണ നിയമം. അപ്പൊ ഇങ്ങനെ 3 നിയമങ്ങളാണ് മെന്റലിന്റെ ഉള്ളത്. അതിൽ നമ്മുടെ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ജെനറ്റിക്സിന്റെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതെല്ലാം ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരാം. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ആ അലീൽസിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? നമുക്ക് എന്തായാലും 2 അലീൽസ് ഉണ്ട് അല്ലേ? ഒരു ക്യാരക്ടർ ഫോം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും 2 അലീൽസ് ഉണ്ട്. ഇപ്പം അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്കും എന്തുണ്ട്? 2 അലീൽസും കാണും. അപ്പൊ ഈ 2 അലീൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ടിയും സ്മോൾ ടി ആയിട്ട്
സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും ഗാമേറ്റ് ഫ്യൂഷന്റെ സമയത്ത് അല്ലേ. അപ്പൊ അതിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിവ് നിയമം, വേർതിരിച്ച് എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്താണ്, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആറും സ്മോൾ വൈ സ്മോൾ ആർ ഇത് രണ്ട് ക്യാരക്ടേഴ്സിനെ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, ക്യാപിറ്റൽ വൈ നമുക്ക് യെല്ലോ കളർ ഡിനോട്ട് ചെയ്യാം, യെല്ലോ കളറ് ഇതെന്താണ് റൗണ്ട് ഷേപ്പും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ക്യാരക്ടേഴ്സ് ഇവിടെ യെല്ലോയും റൗണ്ടും. ഇവിടെ എന്താണ് സ്മോൾ വൈ എന്തിനാക്കി എടുക്കാം, ഗ്രീൻ കളറിനെ ഡിനോട്ട് ചെയ്യാം. സ്മോൾ വൈ എന്താണ് ഗ്രീൻ. സ്മോൾ ആർ എന്തിനാണ് വ്രിങ്കിൾഡ്, അതായത് ചുരുങ്ങിയിരിക്കുന്ന ടൈപ്പ് വിത്ത്. അപ്പൊ ഇവിടെ എന്താണ് ഒന്ന് കളറും വരുന്നുണ്ട് പിന്നെ ഷേപ്പ് വരുന്നുണ്ട് അല്ലെ. സീഡിന്റെ കളറും നോക്കുന്നുണ്ട് ഷേപ്പ് നോക്കുന്നുണ്ട്. രണ്ട് ക്യാരക്ടേഴ്സ് ഇവിടെ പെയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പെയർ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതായത് ഈ രണ്ട് ക്യാരക്ടേഴ്സും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഒരു ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ ഡെഫിനറ്റ്ലി. രണ്ടും കൂടി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എന്തായാലും കൺഫേം ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ക്യാരക്ടേഴ്സിന്റെ അലീൽസ് ഉണ്ട്, നമ്മളുടെ യെല്ലോ കളറിന്റെ അലീൽ വരുന്നുണ്ട്, ഗ്രീൻ കളറിന്റെ അലീൽ വരുന്നുണ്ട്, റൗണ്ടിന്റെ അലീൽ വരുന്നുണ്ട്, വ്രിങ്കിൾഡിന്റെ അലീലും വരുന്നുണ്ട് അല്ലെ. അപ്പം ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതായത് നമ്മൾ ഓരോ ടൈമിൽ ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് യെല്ലോ കളർ മാത്രമേ അങ്ങോട്ട് പാസ് ചെയ്ത് കിട്ടിയോളൂ ചൈൽഡിൽ നിന്ന്, പേരൻസിൽ നിന്ന് ചൈൽഡിലേക്ക് അല്ല. യെല്ലോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ വ്രിങ്കിൾഡ് ഷേപ്പ് ആ ഒരു പ്ലാന്റിന് കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ട് ക്യാരക്ടറും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. ഇപ്പൊ ഒരുമിച്ച് ക്രോസ് ചെയ്താൽ പോലും ആ രണ്ട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും എന്ത് ക്രോസ് ആകുമ്പോഴും ആ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്. ഇപ്പൊ ഒരിക്കലും ഇത് തമ്മിൽ ഒരുമിച്ച് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നില്ല, യെല്ലോ കളറ് എന്താ ആ ഒരു ഷേപ്പ് മാത്രം അതായത് റൗണ്ട് മാത്രമല്ല ഉണ്ടാവുന്നത്, ചിലപ്പോൾ റൗണ്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് റിങ്കിൾ. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്, അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു ലോയും കൂടെ വരുന്നുണ്ട് അല്ലെ, ലോ ഓഫ് ബ്ലെൻഡിങ്. ഇതിന്റെ സെപ്പറേറ്റ് ഡോമിനൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ആൻസർ ലോ ഓഫ് ഡോമിനൻസ് ആണ്. എന്ന് വെച്ചാൽ ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് ഓൺലി വൺ ഈസ് എക്സ്പ്രസ്ഡ് എന്ന് പറയുന്നില്ലേ. അതായത് ഇപ്പൊ നമുക്കുള്ളത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇപ്പൊ ഞാൻ ഓൾറെഡി കുറെ തവണ പറഞ്ഞു അച്ഛൻ്റെത് ക്യാപിറ്റൽ ടിയും അമ്മയുടേത് സ്മോൾ ടി ആണെന്ന് വിചാരിച്ചു. ആ സമയത്ത് ക്രോസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അപ്പൊ അച്ഛന്റെ ക്യാപിറ്റൽ ടിയും അമ്മയുടെ സ്മോൾ ടി ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ രണ്ട് അലയിലും ഉണ്ട്. അപ്പൊ കുട്ടിക്ക് ഏതായിരിക്കും കാണിക്കുന്നത്, ഒരു ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ടാണ്, അത് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് അത് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതിനെ കൊണ്ട് അച്ഛന്റെ അലിയിലായ ടി കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തായിരിക്കും ടോൾ ക്യാരക്ടർ ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കുന്നത്. അമ്മയുടേത് അവിടെ എന്തായിട്ടിരിക്കും റെസസീവ് ആയിട്ടിരിക്കും. അതായത് അത് ഒതുങ്ങി ഏതെങ്കിലും ഒരു സൈഡിലിരിക്കും. ആ ക്യാരക്ടർ എക്സ്പ്രസ് ആവത്തില്ല നമ്മുടെ ബോഡിയിൽ. നമുക്ക് എന്തായിരിക്കും ഹൈറ്റ് ഉണ്ടാവും, അമ്മയെ പോലെ ഹൈറ്റ് കുറവായി വരത്തില്ല. അച്ഛന്റെ അലിയിൽ നമുക്ക് കൂടി ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ലോയെ പറയുന്നതാണ് ലോ ഓഫ് ഡോമിനൻസ് നിയമം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതാണ് എന്ത് നമ്മുടെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന എന്തായിരിക്കും പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. അതിൽ ഒരെണ്ണം എക്സ്പ്രസ്ഡ് ആയിരിക്കും, ഒരെണ്ണം റെസസീവ് ആയിരിക്കും. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കും, അതായിരിക്കും എടുത്തു കാണിക്കുന്നത്. ഒരെണ്ണം എന്തായിട്ടിരിക്കും റെസസീവ്. അതേപോലെയാണ് നമ്മുടെ ക്യാൻസർ സെല്ല്. നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ ക്യാൻസർ സെൽസ് ഉണ്ട്. പക്ഷേ ഈ ക്യാൻസർ സെൽസ് എന്താണ് റെസസീവ് ആയിട്ട് ഇരിക്കുന്നതിനെ കൊണ്ടാണ് നമ്മൾ ക്യാൻസർ പേഷ്യൻസ് ആവട്ടെ. ഇത് എപ്പോഴാണോ ഡിവൈഡ് ചെയ്ത് സെൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് അപ്പോഴാണ് എന്ത് നമ്മുടെ ബോഡിയിൽ ക്യാൻസർ ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് അത് എന്താ ഡോമിനന്റ് ആയി മാറുമ്പോഴാണ് എന്ത് അത് ഡോമിനന്റ് ക്യാരക്ടേഴ്സ് കാണിക്കുക. അതുവരെ അതെന്തായിരിക്കും റെസസീവ് ആയിട്ട് ഇരിക്കുന്നതിനെ കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാത്തത്. എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും എപ്പോഴും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അച്ഛന്റെ ആ ടോൾ എന്നുള്ള ക്യാരക്ടർ കിട്ടിയോണ്ടാണ് ആ ഹൈറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ അച്ഛന്റെ ഇപ്പൊ പൂച്ചക്കണ്ണുള്ളത്, അച്ഛന്റെ ആ പൂച്ചക്കണ്ണെന്നുള്ള ക്യാരക്ടർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് കിട്ടൂ. അല്ലാതെ ഇപ്പൊ അമ്മയുടെ കണ്ണിന്റെ ജീനാണ് നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആ കളർ പൂച്ചക്കണ്ണ് കിട്ടില്ല. അത് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്
ലോ ഓഫ് ഡോമിനൻസ്. പിന്നെ ലോ ഓഫ് ബ്ലെൻഡിങ് പറഞ്ഞില്ലല്ലോ. ലോ ഓഫ് ബ്ലെൻഡിങ് മുന്നേ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഓൾഡ് എക്സ്പെരിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പം നമ്മുടെ വെള്ളപ്പൂവും നമ്മുടെ റെഡ് പൂവും കൂടി ക്രോസ് പോളിനേഷൻ നടത്തുന്ന സമയത്ത് എന്തുണ്ടായി? പിങ്ക് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ആയി. പിങ്ക് കളർ. അങ്ങനെ 2 ടൈപ്പ് ഇതിനെ മിക്സ് അതായത് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താവാൻ ചാൻസ് ഉണ്ട്? മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓഫ് സ്പ്രിങ് അല്ലെങ്കിൽ ചൈൽഡ് ഫോം ആവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടും കൂടി ചേർന്നിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മിക്സിങ്. ആ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ഫോം ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വൈറ്റ് ഫ്ലവേഴ്സും റെഡ് ഫ്ലവേഴ്സും കൂടി ക്രോസ് ചെയ്ത സമയത്ത് എന്ത് ഫോമായി? പിങ്ക് കളറ് ഫോമായി. അങ്ങനെ ഓരോ അതിന് പറയുന്ന ലോ ആണ് ലോ ഓഫ് ബ്ലെൻഡിങ് കേട്ടോ. ആൻസർ ലോ ഓഫ് ഡോമിനൻസ്. കണ്ടല്ലോ, നമ്മുടെ ഡോമിനന്റ് അലീൽ മാസ്ക് ദ എഫക്ട് ഓഫ് റെസസീവ് വൺ. കണ്ടോ, അതായത് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, ഇപ്പം അച്ഛൻ്റെ ടോൾ ആയിട്ടുള്ള ജീനാണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അമ്മയുടെ സ്മോൾ ടി എന്താണ്? അവിടെ റെസസീവ് ആയിട്ട് നിൽക്കും. അത് കാണിക്കത്തില്ല നമ്മുടെ ബോഡിയിൽ കേട്ടോ. എപ്പോഴും അച്ഛൻ്റെ ടോൾ ആയിട്ടുള്ളത് നമുക്ക് ഡോമിനന്റ് എക്സ്പ്രസ് ചെയ്യും. ആ ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നത്. അത് ആലോചിച്ചാൽ മതി കേട്ടോ. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് പഠിക്കാനുള്ളത് ഈ ഒരു സെക്ഷൻ ജെനറ്റിക്സ്. പിന്നെ മെയിൻ ആയിട്ട് മോണോ ഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക്കും ഫീനോട്ടിപ്പിക് റേഷ്യോ പഠിക്കണം. അതിൽ മെയിൻ ആയിട്ട് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് ഓർത്തു വെക്കേണ്ടത്. അതായത് മോണോ ഹൈബ്രിഡിന്റെ ആണെങ്കിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? 3:1 ആണ്. ഡൈഹൈബ്രിഡിന്റെ ആണെങ്കിൽ എത്രയാണ്? 9:3:3:1 ആണ്. ഇത് രണ്ടും ഓർത്തു വെക്കുക. ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. ഇതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഫീനോട്ടിപ്പിക് റേഷ്യോ ഓർത്ത് വെക്കാൻ മറന്നു പോകരുത്. ഫീനോട്ടിപ്പിക് റേഷ്യോ എപ്പോഴും പഠിച്ചു വെക്കുക. കാരണം ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. ഡൈഹൈബ്രിഡിന്റെ 9:3:3:1. മോണോ ഹൈബ്രിഡും ഡൈഹൈബ്രിഡും എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ഓൾറെഡി ജെനറ്റിക്സിന്റെ ചാപ്റ്ററിൽ അതിന്റെ നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടാണ് ജസ്റ്റ് ആ റേഷ്യോ മാത്രം പറഞ്ഞത്. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുണ്ട് റേഷ്യോ. അപ്പൊ അത് തിരിഞ്ഞു പോകാതിരിക്കാനാണ് എഴുതി പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ ഈ പാറ്റേൺ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ഒരു ചാൻസ് ഇല്ല. കാരണം ജെനറ്റിക്സിലെ ഫുൾ ഓൺ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങളും കൂടി നിങ്ങളുടെ എഫേർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ എന്താണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവും. നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? വർക്കൗട്ട് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഞാൻ തരുന്ന റിവിഷൻസും കൂടെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബയോളജി സെക്ഷനിലെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്കുള്ള ആ എഫേർട്ട് നിങ്ങൾ കൊടുക്കുക. ഹാപ്പി ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു.